നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നൊക്കെ പല മോഷണങ്ങളും പോയിട്ടുണ്ടാവും അല്ലേ. ചില നമ്മൾക്ക് അയ്യോ ഇവർ മോഷ്ടിക്കോ അവരായിരിക്കോ തെളിയാത്ത മോഷണങ്ങളുണ്ടാവാം, നമുക്കറിയാത്ത ഊഹാപോഹങ്ങളുണ്ടാവാം. അപ്പം നമ്മളെ കൂട്ടുകാരൊക്കെ പറയുമായിരിക്കും ഇല്ല അവർ തന്നെയാണ്, കാരണം അവരാരെയും കണ്ടിട്ടുണ്ടാവണില്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ട ചരിത്രമായിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ കാണാതെ ഇപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം ഞാൻ നേരിട്ട് കൈയോടുകൂടെ പിടിച്ചു ഒരാളെ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലെ ഈ വീട്ടിൽ വരരുതെന്ന് പറഞ്ഞു. കൈയോടുകൂടി ഞാൻ പിടിച്ചു. പിന്നെ ഞാനത് പുറത്ത് പറഞ്ഞില്ല, കാരണം പറഞ്ഞാലിട്ട് ആളെ എഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ആ വ്യക്തി എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുമെന്നറിയില്ല. ഈ കട്ട സാധനങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരിക്കലും അവർ വീട്ടുകാർ കാണാതിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ ശരി, അതിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. അതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ്. കാരണം ചില കുട്ടികളും അതെ പാരൻസും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പാരൻസ് എന്ന് പറയുന്നത് ചെറുതുനിന്ന് വലുതേക്ക് വന്നതാണല്ലോ. അവരുടെ പാരൻസിന് അറിയില്ലായിരുന്നു ഇതൊരു അസുഖമാണെന്നുള്ളത്. ഇതൊരു അസുഖമാണ് ഇങ്ങനെ മോഷ്ടിക്കുന്നത്. എന്ത് കിട്ടിയാലും ഇവരെടുക്കും. ഇവർക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതെല്ലാം ഇവർ കക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അത് എടുത്ത് കഴിയുമ്പോൾ എന്തോ വയറ് നിറഞ്ഞതുപോലത്തെ ഒരു പ്രതീതിയാണ് അവർക്ക്. അതൊരു അസുഖമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അവിടെ നിന്ന് അതാരാന്ന് നമ്മൾ തെളിഞ്ഞിട്ടില്ല. CCTV കാണുന്നില്ല. അത് എത്ര ടൈമാണെന്ന് വെച്ച് നോക്കിയിട്ട് ഒരു സാധനം കട്ടുകൊണ്ട് നമ്മളെ പറമ്പിനകത്തുനിന്ന്. അല്ലാതെയൊക്കെ കക്കുന്നവരെ അത് പോട്ടെ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ മോശം തന്നെയാണ്. ഒരാളെ പെർമിഷൻ ഇല്ലാണ്ട് ഒരാളുടെ സ്ഥലത്ത് നിന്ന് കക്കുന്നത് വളരെ മോശമാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് മോഷ്ടിക്കുന്നത്. അതിനെയാണ് പറയുന്നത്.